കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. യേശുവിൽ പ്രിയം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, അന്തഛിദ്രമുള്ള ഏതു രാജ്യവും നശിച്ചു പോകും, അന്തഛിദ്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല. പ്രിയ നിറഞ്ഞവരെ, അന്തഛിദ്രം എന്ന വാക്കിൻ്റെ അർത്ഥം ആഭ്യന്തര കലഹമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ പലപ്പോഴും ചെറിയ വഴക്കുകളും സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകുക സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നീണ്ടു നിൽക്കുന്ന വഴക്കുകളും അസ്വസ്ഥതകളുമെല്ലാം തന്നെ ആ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുമെന്നാണ് ഈ വചനത്തിൻ്റെ സാരം. ചില വിട്ടുകൊടുക്കലുകളും ചില വിധേയത്വപ്പെടലുകളൊക്കെ കുടുംബജീവിതം, സമൂഹ ജീവിതം മനോഹരമായി പോകുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തെ ഒന്ന് ധ്യാനിച്ചു. എത്രയോ പേരുടെ കരുണയോടെയുള്ള വിട്ടുകൊടുക്കലിൻ്റെ ഫലമാണ് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ സന്തോഷകരമായ ഈ ജീവിതമെന്ന് നമ്മൾ ധ്യാനിക്കുന്ന നല്ലതാണ്. ക്ഷമിച്ചും ക്ഷമ ചോദിച്ചും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ബന്ധങ്ങളിൽ ദൃഢതയുണ്ടാകും, സ്നേഹത്തിൻ്റെ ഒരു തുടിപ്പതിൽ നിലനിൽക്കും. അല്ല എങ്കിൽ ആഭ്യന്തര കലഹം, അസ്വസ്ഥതകൾ വീടിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ പെരുകി നമ്മുടെ ജീവിതത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ തുടിപ്പുകളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പഴയകാല അവാർഡ് സിനിമ പോലെ വലിയാൻ തുടങ്ങും, ഇഴയാൻ തുടങ്ങും. പ്രിയ നിറഞ്ഞവരെ, ഇതാ ഈ വചനത്തിലൂടെ ഈശോ നമ്മോട് വ്യക്തമായി പറയുന്നു, ചില വിട്ടുകൊടുക്കലുകൾ നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കും, സൗന്ദര്യപൂർണ്ണമാക്കി തീർക്കും. ആ വിട്ടുകൊടുക്കലിലൂടെ ആഭ്യന്തര കലഹങ്ങൾ, നീണ്ടു നിൽക്കുന്ന അവസ്ഥകളെ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. അത് പരസ്പരം ക്ഷമിക്കുവാനും പൊറുക്കുവാനും, ക്ഷമ ചോദിക്കുവാനും ക്ഷമ കൊടുക്കുവാനും, അങ്ങനെ ഒരു ദൃഢമായ ആത്മബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കും. അനുദൃഢമായൊരു ആത്മബന്ധത്തിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് പരാതികളും പരിഭവങ്ങളും പിറുപിറുക്കലുകളും കുറവായിരിക്കും. മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാതികളും പരിഭവങ്ങളും പിറുപിറുക്കലുകളും കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറിച്ച് പരാതികളും പരിഭവങ്ങളും പിറുപിറുക്കലുകളും കൂടുതലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ തിന്മയുടെ, കലഹത്തിൻ്റെ തിന്മയുടെ അരൂപിയുടെ പ്രവേശനം കടന്നു വന്നു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഇത് ആഭ്യന്തര കലഹത്തിലൂടെ കുടുംബസമാധാനവും മനസ്സമാധാനവും നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ തിന്മയുടെ ശക്തി അരൂപി നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു എന്ന് വ്യക്തമായി അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദിവ്യകാരണീശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരണീശോനാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ തിന്മയുടെ, കലഹത്തിൻ്റെ അരൂപിയെ പരിപൂർണമായി നിർവീര്യമാക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് വിട്ടുകൊടുക്കുവാനും സ്നേഹത്തിൻ്റെ തുടിപ്പുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും മാപ്പ് കൊടുക്കുവാനും ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. നിൻ്റെ കുരിശിലെ ആ വലിയ ക്ഷമയുടെ മാതൃകയെ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഈ ക്ഷമിക്കുന്ന ഹൃദയവും പരസ്പരം മനസ്സിലാക്കി ബന്ധങ്ങളിൽ ആഴമേറിയ ദൃഢമായ ബന്ധങ്ങൾ പുലർത്തുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്കേവർക്കും അങ്ങ് നൽകിയാലും. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും.
പാനപാത്രവും കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.